ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂർ എടുക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹോം ടൂറാണ്. നമ്മുടെ പുറത്ത് വരുന്നത് ഇതിപ്പോൾ നമ്മൾ നട്ട ഒരു പുല്ലാണ്. ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഐഡിയാസാണ് ഗൈസ്. ഓൻ ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഓൻ്റെ ഐഡിയയിലാണ് ഇത് മൊത്തം ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗേറ്റ് വരുന്നത്. ഇവിടെ നമ്മളെ കണ്ടോ, ഇത് മൊത്തം ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ മതിൽ. താലോളമുണ്ട്. ഇതിപ്പം പുതിയ പുതിയ ചെടികളുണ്ട്, കുറച്ച് തെങ്ങാണ്. ഓക്കെ, ഇപ്പം മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നതാണ്. ആ കാണുന്നത് ഈ ഏറ്റവും ലാസ്റ്റുള്ളത് നമ്മുടെ ഷെഡാണ്. ഇത് നമ്മുടെ സ്റ്റോർ റൂം. സ്കൗട്ടിൽ കിട്ടിയതുണ്ട് കേട്ടോ ഇതിൽ. അപ്പം ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോവാം. ഫാദർ. ഓക്കെ, അപ്പം ഇത് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നേരെ കയറുക. ദിസ് ഈസ് ഓൾ മൈ ട്രോഫി. ഇതൊക്കെ എനക്കും പിന്നെ അച്ചുവിനും എനക്കും അല്ല, ഇത് മൊത്തം എൻ്റെതും ഇത് മൊത്തം അച്ചുവിൻ്റെയും ട്രോഫിയാണ്. മൊത്തം അച്ചുവിൻ്റെ ട്രോഫിയാണ്. ഇതാണ് നമ്മുടെ ഹോള്. ഓക്കെ, ഇത് പൂജാ റൂമാണ്. ഓക്കെ, പൂജാ റൂം പിന്നെ അങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ഹോളിലോട്ടാണ്. നമ്മുടെ ഹോള് വരും. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അച്ഛൻ്റെയും അമ്മേൻ്റെയും മുറിയാണിത്. ഓക്കെ, ദിസ് ഈസ് അവർ മാസ്റ്റർ ബെഡ്റൂം. ദിസ് ഈസ് മൈ അച്ഛൻ ആൻഡ് അച്ഛമ്മ. ഓക്കെ, അവിടെ നിന്ന് നേരെ നമ്മൾ ഇത് അമ്മേൻ്റെ ഫ്രണ്ട് പെയിൻറ് ചെയ്തതാണ് കേട്ടോ. ഇത് അവർ പെയിൻറ് ചെയ്തത്. ഇതാണ് ആ മുറി. നമുക്ക് ഗൈസ്, ഇതാണ് നമ്മളെ റൗണ്ടൻ വിളക്ക്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇൻറ്റീരിയർ മറ്റേ വർക്ക്സ് ആയിട്ട് വരും. ഇത് അച്ഛന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് കിട്ടിയതാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മളിപ്പം ഞാനും അച്ചു ആരും ഒരാൾ വാങ്ങിച്ചു ബുദ്ധനാണ്. കുറേ ബുദ്ധനുണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസാണ് കേട്ടോ. ഇതൊക്കെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള്. ഇനി നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം. ഇതാണ് ഗൈസ് എൻ്റെ റൂം. നോക്കൂ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. ഇവിടെ ബാത്റൂമാണ് കേട്ടോ. ദിസ് ഈസ് ദ ബാത്റൂം. സോ ഇങ്ങനെ തുറന്നാൽ നമുക്ക് ബാത്റൂമാണ്. ഇതൊക്കെ അച്ചുവിൻ്റെ ഐഡിയ. ഇത് മൊത്തം ഐഡിയാസ് അച്ചുവിൻ്റെ ആണ്. എൻ്റെ അനിയൻ്റെ ഹോം. ഞാൻ ഡിസൈൻ പറഞ്ഞിട്ട് ഇതുപോലെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചതാണ്. ഇതാണ് എൻ്റെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ മേക്കപ്പ്. ഇതിന് ലൈറ്റ് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇടാം. 2 ലൈറ്റ് ഉണ്ട് നമുക്കിതിന്. അപ്പം ഇതൊക്കെ ഇവിടെയും വേറൊരു സ്റ്റോറേജ് ആയിട്ടുള്ള സ്ഥലം വെക്കാൻ പറ്റും. പിന്നെ ഇതും പിന്നെ മേലെ മൊത്തം അങ്ങനെയാണ് വരുക. ഇവിടെ എല്ലാം എനിക്ക് 10th കിട്ടിയ
ട്രോഫീസ്, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ കിട്ടിയ ഓരോരോ ട്രോഫീസ് ഉണ്ട്. അതായത് 10th ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് മണിപ്പാലിൽ പോകുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉള്ള ഒരു മാംഗ്ലൂർ നമ്മളെടുത്തൊരു ഫോട്ടോ ആണ്. പിന്നെ ഇത് ഞാനും എൻ്റെ അതിന് ഞങ്ങൾ ചിന്മയ വിദ്യാലയയിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഇത് നാനാണ് ഗൈസ്, ഇത് നാനാണ്. ഇത് നാന് മൊത്തം അച്ചുവിൻ്റെ സെക്ഷനാണ്. ഇത് മൊത്തം അച്ചുവിൻ്റെ ഓന് 10th കിട്ടിയതും. പിന്നെ ഇത് നോക്ക്, ഇത് ഉമ്മൻചാണ്ടിൻ്റെ കൈമെന്ന് ഓന് ഇത് കിടന്ന് ഓന് കിട്ടിയത് ഇപ്പം ആയുള്ളൂ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് മൊത്തം അച്ചുവിൻ്റെ ട്രോഫീസാണ്. അപ്പം ഹാള് ഇത്രയാണ്. ഹാളിൽ നിന്ന് പിന്നെ ഇത് നമ്മളെ പൂജാ റൂം. ഓക്കെ, ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഇത് മേലേക്ക് സ്റ്റെയർകേസ് ചെയ്തിട്ട് നേരെ മേലെ പോകുന്ന ഇതും വേറൊരു ലൈറ്റാണ്. പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. ഇതും അത് ഈ ബുദ്ധനും ഞാനും അച്ചും കൂടി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ വാങ്ങിച്ചത് അങ്ങനെ എന്തോ ഷൂട്ടൂസ് നോക്കും. പിന്നെ ഇത് എനിക്ക് പണ്ടൊരു ചേച്ചി ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് വേറെ ഒരു കുട്ടി റൂം. ഇതും വേറൊരു റൂമാണ് കേട്ടോ. ഇതും വേറൊരു നമ്മൾ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ റൂം. എപ്പം ഇരിക്കാൻ ഈ റൂമിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം. പിന്നെ നേരെ നമുക്ക് മേലിലോട്ട് പോവാം. ഇത് മൊത്തം എൻഗേജ്മെൻറ്റ്. ഇത് എല്ലാ അച്ഛൻ അച്ഛമ്മ കസിൻസ് മൊത്തം ഉണ്ട്. പിന്നെ എൻ്റെ അമ്മമ്മ, ഇത് ഞാൻ. ഇതാണ് ഇപ്പം നമ്മളെ മേലേക്കുള്ള ഫസ്റ്റത്തെ എൻട്രൻസ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പം ഇതെൻ്റെ അനിയനാണ് അച്ചു. ഇത് എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത്. ഇതെല്ലാം അച്ഛന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് കിട്ടിയ ട്രോഫീസാണ്. അച്ഛൻ്റെ 27ാമത്തെ സർവീസ് THSS നായമാർമൂലയിലെ സർവീസിനാണ് ഇതൊക്കെ കിട്ടിയത്. പിന്നെ അച്ഛൻ തൻബീഹുലിൽ ഇത്രയും വർഷമായിട്ട് സെയിം സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോഷ്യൽ സയൻസ് ആണ് അച്ഛൻ്റെ സബ്ജക്റ്റ്. ഇത് അച്ഛൻ്റെ 10th കുണ്ടമുഴി സ്കൂളിലെ 1986-87 ബാച്ചിൻ്റെ ഇതാണ്. പിന്നെ ഇത് അച്ഛൻ്റെ പ്രീ ഡിഗ്രി ആണ് ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് പഠിച്ചത്. അപ്പം അങ്ങനെയാണ് അച്ഛൻ്റെ കാര്യം. നോക്കൂ, ഇതൊക്കെ അച്ഛൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് വരെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ ഫോട്ടോസാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മളെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസാണ് കേട്ടോ. ഇത് ശ്രീൻ്റെ ഫാമിലിയാണ്. ഇതൊക്കെ അച്ഛനമ്മ ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ വൈഫ്. ഇത് നമ്മുടെ കൊല്ലറങ്കോട് ഫാമിലി, അച്ഛൻ്റെ ഫാമിലി. ഇത് അമ്മേൻ്റെ ഫാമിലി. ഇത് ഓൻ്റെ ഫാമിലി. ഇങ്ങനെ സ്റ്റെയർ കയറി മേലോട്ട് വരുന്ന സമയത്ത് മൊത്തം നമ്മളെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെമ്മറീസൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര രസമാണ്. പിന്നെ ആടുന്ന് നമുക്ക് നേരെ ഇവിടെ ഒരു മുറിയുണ്ട്. ഇതിപ്പം അയാളൊക്കെ ചെയ്യുന്നത്. മുന്നേ അച്ചു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായത് ഒരു വർക്കിംഗ് റൂം. പിന്നെ ഇവിടെയാണ് നമ്മളെ ഹോള് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അവിടെ നമ്മൾ പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒരുപാട് ട്രോഫീസുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ 2 ബെഡ്റൂമാണ്. ഇത് എൻ്റെ അനിയൻ്റെ ബെഡ്റൂമാണ്. ഇത് ഓൻ്റെ ഡിസൈനാണ്. ഇതൊക്കെ ഓൻ്റെ ഐഡിയ മൂലം ആക്കിയതാണ്. ഓക്കെ, ഇത് അച്ചു. പിന്നെ ഇതെൻ്റെ റൂമായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പം ഞാനിവിടെ മേലേക്ക്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം കൂടിയുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ഇപ്പം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് മേലത്തെ കാര്യം. അപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞു. താഴോട്ട് ഇറങ്ങി വന്നാൽ പണ്ടത്തെ ഫോട്ടോ ആണ്. ഇത് അച്ഛൻ്റെ അനിയനും ഇളയമ്മയും. പിന്നെ ഇത് അച്ചു, ഞാൻ. ഇതെൻ്റെ അച്ഛനാണ്, അമ്മേൻ്റെ അച്ഛൻ, ദുബൈ അച്ഛൻ എന്നാണ് നമ്മൾ വിളിക്കുക. പിന്നെ ഇത് എൻ്റെ അച്ഛൻ അമ്മേൻ്റെ അവരുടെ അടുത്ത് പേര്. ഇത് അച്ചു, ഞാൻ, ഇത് ഞാൻ. പിന്നെ ഇതെൻ്റെ അമ്മേൻ്റെ ഫാമിലി ഇവരെല്ലാം. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു കുഞ്ഞായപ്പോഴുള്ള നമ്മൾ മുരുടേശ്വരമൊക്കെ പോയ ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ അച്ചു ചെറുപ്പത്തിലുള്ള ഫോട്ടോ. പിന്നെ ഇത് കുറച്ച് പഴയതായി. ഇത് ഞാൻ അച്ചു. പിന്നെ ഇത് അച്ഛൻ അച്ഛമ്മ.
ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം വരുന്നത്. നമ്മുടെ ഡൈനിങ് റൂമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ഡൈനിങ് റൂം. പിന്നെ അവിടെ ബാൽക്കണി, കിച്ചൺ ഉണ്ട് ഒന്നത്. പിന്നെ ഇതൊരു കുഞ്ഞു കിച്ചൺ. പിന്നെ അത് സ്റ്റോർ റൂമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു വേറൊരു ഇതുണ്ട്, എന്നാൽ പുറത്തുള്ള ഒരു കിച്ചണാണിത്. ഇതിപ്പോൾ അടച്ചിരിക്കും അവിടെ വേറെ. പിന്നെ ഇത് നമ്മുടെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇതെങ്ങനെ, ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക്. ഞാൻ ഫ്രണ്ട് വ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. അപ്പോൾ ഹോം ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് upcoming videos. Okay, bye. Thank you for watching.